MT വാസുദേവൻ നായർ, ലോകപ്രശസ്തനായ മലയാളത്തിൻ്റെ എഴുത്തുകാരൻ. അഹങ്കാരം പിടിച്ച് കണ്ണ് കാണാനാകാതെ ഭരണം മറന്നു കളഞ്ഞ, ജനസേവനം മറന്നു കളഞ്ഞ പിണറായി ഗവൺമെൻറ്റിനെ ശക്തമായി വിമർശിച്ച് പിണറായി ഗവൺമെൻറ്റിനെ തന്നെ ശരശയ്യയിലാക്കിയിരിക്കുകയാണ്. അതായത് വീണിതല്ലോ കിടക്കുന്നു ധരണിയിൽ ശോണിതവുമണിഞ്ഞയ്യോ ശിവശിവ എന്നൊരു കവിത നാം പഠിച്ചിട്ടുണ്ടല്ലോ. ആ കവിതയുടെ അവസ്ഥയിലാണ് കേരള ഗവൺമെൻറ് ഇപ്പോൾ. എങ്ങനെ ഇത് ഉൾക്കൊള്ളണം, ഉൾക്കൊള്ളാതിരിക്കണം ഒന്നും അറിയാതെ, അപ്പോൾ അങ്ങനെ ഒരവസ്ഥയിൽ, ഒരു ശരശയ്യയിൽ കിടക്കുന്ന ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിലാണ് ബഹുമാനപ്പെട്ട നമ്മുടെ പ്രധാനമന്ത്രി ഇവിടേക്ക് ആവർത്തിച്ച് രംഗപ്രവേശം ചെയ്യുന്നത്. എന്താണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം? അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം മഹിളകളോടുള്ള അത്യധികമായ അടുപ്പവും ആത്മബന്ധവും എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ നാം അങ്ങോട്ട് ചിന്തിക്കുകയാണെങ്കിൽ അദ്ദേഹം മഹിളകളെ ഒരു കാരണവശാലും വേണ്ട സമയത്ത് ചേർത്ത് പിടിച്ചിട്ടില്ല എന്നത് ഉറപ്പാണ്. ഇനി രണ്ടാമത്തെ കാര്യം, സുരേഷ് ഗോപി എന്ന നടനോടുള്ള സ്നേഹം. തീർച്ചയായും ഈ രണ്ട് സ്നേഹവും അദ്ദേഹം വച്ചു പുലർത്തുന്നത് മറ്റൊരു മൂന്നാമത്തെ ലക്ഷ്യം നേടാൻ വേണ്ടിയാണ്. എന്താണ് ആ ലക്ഷ്യം? കേരളത്തിൽ ഒരു പിടിവള്ളി ഉണ്ടാവുക, ഒരു സീറ്റെങ്കിലും പാർലമെൻറ്റിലേക്ക് ജയിക്കാൻ കഴിയുക. അങ്ങനെ ഇന്ത്യ മുഴുവനും BJP പ്രഭാവം അലതല്ലുന്നു എന്ന ഒരവസ്ഥ സംജാതമാക്കുക. അതിൻ്റെ ക്രെഡിറ്റ് കൂടി സ്വന്തം കിരീടത്തിൽ ഒരു പൊന്തൂവലാക്കി ചേർത്ത് വയ്ക്കുക. അതാണ് നരേന്ദ്രമോദിയുടെ ആഗ്രഹം. അപ്പോൾ എല്ലാവരും സംശയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, എന്താണ് ഇതിൻ്റെ ലക്ഷ്യം? എന്താണ് സത്യത്തിൽ നരേന്ദ്രമോദി ആഗ്രഹിക്കുന്നത്? കാരണം നമുക്കറിയാം, ഈ കഴിഞ്ഞ 2023 ഏപ്രിൽ 19 മണിപ്പൂർ ഹൈക്കോടതി ഒരു നിയമം പാസ്സാക്കുന്നു. അതായത് അവിടുത്തെ മെയ്തികൾക്ക് ST, അതായത് ST പദവി, ഷെഡ്യൂൾഡ് ട്രൈബ് പദവി നൽകാം എന്നുള്ള ആ ഒരു നിയമം പാസ്സാക്കപ്പെട്ടു. അപ്പോൾ കുക്കികൾ, അവിടെ മലനിരകളിൽ കഴിയുന്ന കുക്കികൾ, ആ കുക്കികൾ ആണ് 62% വരുന്ന പോപ്പുലേഷൻ. മെയ്തികൾ ബാക്കിയുള്ളവരേ ഉള്ളൂ. പക്ഷേ ഈ മെയ്തികളൊക്കെ സവർണരാണ്. അവരൊന്നും ഒരു തരത്തിലും ഒരു റിസർവേഷനും അർഹിക്കാത്തവരാണ്. പക്ഷേ റിസർവേഷൻ അർഹതയുള്ള കുക്കികളാണ് അവിടുത്തെ സർക്കാർ ഉദ്യോഗം ഒക്കെ മേടിച്ചെടുക്കുന്നത്. അങ്ങനെ പല കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ്, അതായത് ഇപ്പോൾ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, പൊതുവിതരണ സമ്പ്രദായം, അതിൻ്റെയും വലിയ ഗുണഭോക്താക്കൾ ഈ കുക്കികളാണ്. അവർ പട്ടികജാതി വർഗത്തിൽപ്പെട്ടതുകൊണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്കും പട്ടികജാതി പദവി തരണം എന്നുള്ള ഒരു മുറവിളി വർഷങ്ങളായി, ഒരുപക്ഷെ ദശാബ്ദങ്ങളായി മണിപ്പൂരിൽ ഉണ്ടായിരുന്നു. പക്ഷേ അത് സത്യമല്ല എന്ന കാരണം അറിയാവുന്ന ഭരണവർഗം അതിനോട് മുഖം തിരിച്ചു നിന്നു. അതിനെതിരെയാണ് ഇപ്പോൾ, അതായത് BJPയുടെ ഒരു മന്ത്രിസഭയാണ് മണിപ്പൂർ ഭരിക്കുന്നത്. ആ ഒരു സാഹചര്യം അനുകൂല സാഹചര്യം വന്നപ്പോൾ ഹൈക്കോടതിയിൽ സമ്മർദ്ദമുണ്ടാവുകയും ഹൈക്കോടതി സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടതല്ല, ഡെമോക്രസിയുടെ 4 തൂണുകളിൽ ഏറ്റവും പ്രാമുഖ്യമുള്ള ശക്തമായ തൂണാണ്, നീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന തൂണാണ്. എന്നിട്ടും ആ തൂണിന് ഇളക്കം പറ്റിയതുകൊണ്ടാണല്ലോ കുക്കികളെ പോലെ തന്നെ ST പദവി മെയ്തികൾക്കും ആകാം എന്ന ഒരു ഒരു വിധി ഉണ്ടാകുന്നത്. ആ വിധിക്ക് ചുറ്റിപ്പറ്റിയാണ് കുക്കികളും മെയ്തികളും തമ്മിൽ അവിടെ ബഹളം ഉണ്ടാകുന്നത്. അപ്പോൾ ഏപ്രിൽ 19 വന്ന വിധി, അതിനെ തുടർന്ന് മെയ് മാസം ആകുമ്പോഴേക്കും അവിടെ വലിയ പ്രതിസന്ധി രൂക്ഷമാവുകയാണ്. ആ സാഹചര്യത്തിൽ ഇൻ്റർനെറ്റ് ബന്ധം മുഴുവനും ആരംഭത്തിൽ തന്നെ പലരും കൂട്ടബലാത്സംഗം ചെയ്യപ്പെടുകയും, അതായത് ക്രിസ്ത്യൻ ദേവാലയങ്ങൾ നശിപ്പിക്കപ്പെടുകയും,
സ്ത്രീകൾ കൂട്ടബലാത്സംഗം ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്ത ആ സാഹചര്യത്തിൽ, ഒരുപാട് അരുങ്കൊല നടന്ന ആ സാഹചര്യത്തിൽ ഇൻ്റർനെറ്റ് വിച്ഛേദിക്കുന്നു. എന്തുകൊണ്ടാണ് ഇൻ്റർനെറ്റ് വിച്ഛേദിച്ചത്? എന്തുകൊണ്ട് ഇൻ്റർനെറ്റ് വിച്ഛേദിച്ചു? ആ ഇൻ്റർനെറ്റ് വിച്ഛേദിച്ചത് തിരിച്ചു വന്നത് വളരെ നാളുകൾക്ക് ശേഷമാണ് എന്നതും നാം ഓർക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് ഇൻ്റർനെറ്റ് വിച്ഛേദിച്ചത്? അതായത് ഓഗസ്റ്റ് മാസം ഏകദേശം മധ്യത്തോടുകൂടി നമ്മുടെ പ്രധാനമന്ത്രി അമേരിക്ക സന്ദർശിക്കാനിരിക്കുകയായിരുന്നു. അപ്പോൾ അമേരിക്ക സന്ദർശനത്തിലുള്ള എല്ലാ പരിപാടികളും പൂർത്തിയായിരിക്കുമ്പോൾ നരേന്ദ്രമോദിയുടെ മനസ്സിലേക്ക് ഒരു ഭയം കൂടുകൂട്ടി വന്നു. എന്തിൻ്റെ ഭയമാണ്? 2002 നരോദ കൂട്ടക്കൊല അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ഗുജറാത്തിൽ സംഭവിച്ചത്. എന്താണ് ഗുജറാത്തിൽ സംഭവിച്ചത്? നരോദ കൂട്ടക്കൊല നമുക്കറിയാം. ബിൽക്കിസ് ബാനു പോലെയുള്ള ബലാത്സംഗം ചെയ്യപ്പെട്ടത്, കൂട്ടക്കുരുതി ചെയ്യപ്പെട്ടത്, എല്ലാ സംഭവങ്ങളും കോർത്തിണക്കി വായിക്കേണ്ടതാണ്. ബിൽക്കിസ് ബാനുവിന് വിധി സുപ്രീം കോടതിയിലൂടെ ന്യായവിധി കിട്ടിയത് ഈ അടുത്ത ദിവസങ്ങളിലാണ് എന്നുള്ള കാര്യവും നമ്മൾ ഓർക്കണം. അത് അവിടെ നിൽക്കട്ടെ. അപ്പം ഈ ഗോത്ര കൂട്ടക്കൊല നടന്ന ആ 2002 ശേഷം ആ വർഷം തന്നെ നരേന്ദ്രമോദി അമേരിക്ക വിസിറ്റ് ചെയ്യാനായിട്ട്, മുഖ്യമന്ത്രി എന്ന പദവിയിൽ അമേരിക്ക വിസിറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. പക്ഷേ വിസ നിഷേധിക്കപ്പെട്ടു. എന്തുകൊണ്ടാണ് വിസ നിഷേധിക്കപ്പെട്ടത്? ഇൻ്റർനാഷണൽ റിലീജിയസ് ഫ്രീഡം ലോ, അമേരിക്കൻ US ഇൻ്റർനാഷണൽ റിലീജിയസ് ഫ്രീഡം ലോ അനുസരിച്ച് അവർ മനസ്സിലാക്കി ഗോദ്രയിൽ നടന്നത് വംശീയ ഹത്യകളായിരുന്നു എന്ന്. അങ്ങനെ അതിൻ്റെ പരിണിത ഫലമായിട്ടാണ് വിസ നിഷേധിച്ചത്. അതുപോലെ മണിപ്പൂരിലും ഒരു വംശീയ ഹത്യയാണ് നടക്കുന്നത്. അത് പുറം ലോകം അറിഞ്ഞാൽ അവിടെയും അദ്ദേഹത്തിന് ഇത്തവണയും അമേരിക്കൻ വിസ നിഷേധിക്കപ്പെടുമെന്ന് ഉറപ്പുണ്ടായിരുന്നതുകൊണ്ടാണ് ഇൻ്റർനെറ്റ് വിച്ഛേദിച്ച് അദ്ദേഹം അമേരിക്കൻ പര്യടനം എല്ലാം കഴിഞ്ഞ് തിരിച്ച് ഗൾഫ് കൺട്രീസ് വഴിയായിട്ട് ഇന്ത്യയിൽ തിരിച്ചെത്തുന്നത് വരെ, തിരിച്ചെത്തിയിട്ടും ഇൻ്റർനെറ്റ് കണക്ഷൻ പുനഃസ്ഥാപിക്കാൻ തയ്യാറായില്ല. സുപ്രീം കോടതി ഇടപെട്ടപ്പോഴാണ് ആ ഇൻ്റർനെറ്റ് കണക്ഷൻ പോലും പുനഃസ്ഥാപിച്ചത്. അപ്പോൾ നമുക്കറിയാം എത്ര കുടില ബുദ്ധിയോടുകൂടി കരുക്കൾ നീക്കുന്ന ഒരു കളിക്കാരനാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന്. ആ നരേന്ദ്രമോദി ഇപ്പോൾ കേരളത്തിൽ വന്ന് ക്രിസ്ത്യാനികളെ, അതായത് ഇപ്പോൾ കേരളം ആകെപ്പാടെ ഏകദേശം തകർന്നിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതായത് ഞാൻ തുടക്കത്തിൽ MT വാസുദേവൻ നായരെയും ശരശയ്യയിൽ കിടക്കുന്ന ഗവൺമെൻറ്റിനെയും ഒക്കെ ഓർമ്മപ്പെടുത്തിയത്. അങ്ങനെ വീണിതല്ലോ കിടക്കുന്നു ധരണിയിൽ ശോണിതവും അണിഞ്ഞ്, അങ്ങനത്തെ ഒരു ഗവൺമെൻറ്. ആ ഗവൺമെൻറ് ഉള്ള സമയത്താണ് ആഞ്ഞടിക്കാൻ തക്ക സമയമെന്ന് നരേന്ദ്രമോദിക്കും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികൾക്കും നല്ലവണ്ണം അറിയാം. അപ്പോൾ ഗവൺമെൻറ് വീക്കാണ്. ഗവൺമെൻറ് ഏറ്റവും വീക്കായിരിക്കുന്ന ഏത് സ്ഥലത്താണ്? തൃശ്ശൂരിലാണ്. എന്തുകൊണ്ട്? കരുവന്നൂർ ചിട്ടി തട്ടിപ്പ് പോലെയുള്ള മഹാ തട്ടിപ്പുകളുടെ കേന്ദ്രമായി ജനങ്ങൾക്ക് തന്നെ ഭരണരംഗത്തോട് വെറുപ്പുള്ള ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിലാണ് ചെറിയ ചെറിയ നന്മ പ്രവൃത്തികളൊക്കെ ചെയ്ത് സുരേഷ് ഗോപി അവിടുത്തെ സാധാരണക്കാരെ കയ്യിലെടുക്കാനായിട്ട് നേരത്തെ മുതൽ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം ആത്മാർത്ഥമായിട്ടല്ല ശ്രമിച്ചത് എന്ന അഭിപ്രായം എനിക്കില്ല. അതിൻ്റെ ആ ആത്മാർത്ഥത എന്തെന്ന് അനുഭവിക്കുന്ന ജനങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ഈ സുരേഷ് ഗോപി എന്ന ഒരു വില്ലാളി വീരനെ അവിടേക്ക് ഇറക്കുകയാണ്. അപ്പോൾ അദ്ദേഹം എന്താണ് ചെയ്തത്? ഒരു സ്വർണ്ണ കിരീടം കൊണ്ടുവന്ന് കന്യകാ മാതാവിന് ചാർത്തിയിരിക്കുന്നു. അദ്ദേഹത്തിന് ക്രിസ്ത്യാനിറ്റിയെപ്പറ്റി അദ്ദേഹത്തിനോ അദ്ദേഹത്തിൻ്റെ കൂട്ടാളികൾക്കോ BJPക്കോ യാതൊരു ധാരണയുമില്ല. എന്നാൽ നമ്മുടെ സ്റ്റാൻഫോർഡ് ഡിഗ്രിക്കാരൻ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. സ്റ്റാൻഫോർഡ് ഡിഗ്രിക്കാരൻ ആരാണെന്ന് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതില്ലല്ലോ. അദ്ദേഹം പോലും പറഞ്ഞു കൊടുത്തില്ല ഇങ്ങനെ കന്യകാ മാതാവ് സ്വർണം ധരിക്കുന്ന സ്ത്രീ ആയിരുന്നില്ല, യേശുവിൻ്റെ അമ്മയായിരുന്നു, എന്നും വിശുദ്ധയായിരുന്നു, ജന്മം തൊട്ട് മരണം വരെയും സ്വർഗാരോഹണം വരെയും വിശുദ്ധയായിരുന്ന കന്യകാമറിയത്തിന് പൊൻകിരീടത്തിൻ്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ കത്തോലിക്ക സഭയ്ക്കും പൊൻകിരീടങ്ങളോട് താല്പര്യമില്ലാത്ത സഭയാണ്. ക്രിസ്ത്യൻ സഭകൾ മുഴുവനും അങ്ങനെയാണ്. എന്താണ് എന്ന് വെച്ചാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് പോപ്പിന് ഈ അടുത്തിടെ ഒരു ലംബോർഗിനി സമ്മാനമായിട്ട് കിട്ടി. ലംബോർഗിനി വലിയ വിലയുള്ള കാറാണ്, നമുക്കൊക്കെ അറിയാം.
പോപ്പ് എന്താണ് ചെയ്തത്? അതുകൊണ്ട് ഉലകം ചിറ്റാം എന്ന് വിചാരിക്കുകയല്ല ചെയ്തത്. അദ്ദേഹം ആ ലംബോർഗിനി വിറ്റ്, അതിൽ നിന്ന് ലേലം ചെയ്ത് വിറ്റ്, അതിൽ നിന്ന് കിട്ടുന്ന ഫണ്ട് മുഴുവനും ദരിദ്രനാരായണന്മാരുടെ സമുദ്ധാരണത്തിന് വേണ്ടി ചെലവഴിക്കാൻ കൊടുക്കുകയാണ് ചെയ്തത്. അതാണ് കത്തോലിക്ക സഭയുടെ രീതി. അപ്പോൾ അങ്ങനെ മണിപ്പൂരിൽ ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുന്നു, കേരളത്തിൽ ക്രിസ്ത്യാനികൾ പ്രീണിപ്പിക്കപ്പെടുന്നു. ഇത് രണ്ടും തമ്മിലുള്ള ആ ബന്ധം പക്ഷേ നരേന്ദ്രമോദിയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും ഒന്ന് മനസ്സിലാക്കണം. ക്രിസ്തു മതത്തിൻ്റെ ആരംഭകാലത്ത് റോമ ചക്രവർത്തിമാർ കാറ്റക്കോമ്പുകളിൽ, അതായത് ഭൂഗർഭ അറകളിലിട്ട് പീഡിപ്പിച്ച കാലഘട്ടത്തിലും ക്രിസ്ത്യാനികൾ ക്രിസ്തുമതം ഉപേക്ഷിച്ചില്ല, ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞില്ല. ഏത് കാലഘട്ടത്തിലും യേശു ക്രിസ്തുവാണ് അവരെ അവരെ സംരക്ഷിക്കുന്നത്. യേശു ക്രിസ്തു അവരെ പഠിപ്പിച്ചിരിക്കുന്നത് നിങ്ങൾ എന്താണ് പറയുക, സ്വത്ത് സ്വരുക്കൂട്ടുക എന്നുള്ളതല്ല, ഒന്നുള്ളത് നിങ്ങൾക്ക് രണ്ടുണ്ടെങ്കിൽ ഒന്നുമില്ലാത്തവൻ ഒന്ന് എടുത്തു കൊടുക്കുക എന്നാണ് പഠിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ കാരുണ്യത്തിൻ്റെ വഴി, സ്നേഹത്തിൻ്റെ വഴി, ക്ഷമയുടെ വഴി, ഇതൊക്കെയാണ് യേശുക്രിസ്തു കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ യേശുക്രിസ്തുവിനെ പാട്ടിലാക്കാൻ, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ പാട്ടിലാക്കാൻ വേണ്ടി ഒരു വിരുന്ന് സൽക്കാരമോ ഒരു സ്വർണ്ണ കിരീടമോ ഒരു കാരണവശാലും മതിയാവുകയില്ല. അവരെ സ്നേഹം കൊണ്ട് മാത്രമേ ഭാഗത്താക്കാൻ അതായത് അവരെ ചേർത്ത് പിടിക്കാൻ കഴിയുകയുള്ളൂ എന്ന കാര്യം BJP ഗവൺമെൻറ് ഓർത്തിരിക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. അപ്പോൾ ഇതേ സമയത്ത് തന്നെ ബഹുമാനപ്പെട്ട മോദി സർക്കാർ ഒന്നാലോചിക്കണം. ഞാൻ ഇവിടെ വായിക്കാൻ പോകുന്നത് വില്ലേജ് സ്വരാജ്, മഹാത്മാഗാന്ധിയുടെ വില്ലേജ് സ്വരാജിൽ നിന്നുള്ള 250 പേജിലെ ഒരു സെൻറ്റൻസാണ്. 250 പേജേ ആ പുസ്തകത്തിനുള്ളൂ. അവസാന പേജിലെ ഒരു സെൻറ്റൻസാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, എന്താണ് ആ സെൻറ്റൻസ്? ലെറ്റ് നോ വൺ commit the mistake of thinking that Ramarajya means a rule of the Hindus. ഞാൻ ആ സെൻറ്റൻസ് റിപ്പീറ്റ് ചെയ്യുകയാണ്. ലെറ്റ് നോ വൺ commit the mistake of thinking that Ramarajya means a rule of the Hindus. My Rama is another name for God. Ramarajya is the same thing as the kingdom of God on earth. It means welfare of the whole world. ഇത് ഞാൻ ഉണ്ടാക്കിയ വാചകങ്ങളല്ല. നിങ്ങൾ വില്ലേജ് സ്വരാജിൻ്റെ 250 പേജ് എടുത്ത് വായിക്കുക. ആ 250 പേജിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള പാരഗ്രാഫിലാണ് ഈ വാചകമുള്ളത്. അപ്പോൾ അദ്ദേഹം എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഹിന്ദുത്വ ഡസ് നോട്ട് മീൻ റൂൾ ബൈ ഹിന്ദുസ്. ഇന്ത്യയെ ഹിന്ദുക്കൾ ഭരിക്കണമെന്നല്ല, ഇതൊരു ഹിന്ദു രാഷ്ട്രമായി തീരണമെന്നല്ല അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത്. ഒരു ഹിന്ദു ഭരണരാഷ്ട്രമായി തീരണമെന്നല്ല അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത്. രാമ എന്നതുകൊണ്ട് അദ്ദേഹം ദൈവത്തെ വിചാരിക്കുന്നു. ലോകം മുഴുവനും രാമരാജ്യം, അതായത് ദൈവരാജ്യമായി മാറണം. ഒരുപോലെ എല്ലാവരും ആദരിക്കപ്പെടുകയും അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്ന, അതായത് അദ്ദേഹം വേറൊരു അർത്ഥത്തിൽ പറഞ്ഞത് കൃത്യമായ ഡെമോക്രസി, എല്ലാ മതങ്ങളും, അതായത് അദ്ദേഹത്തിൻ്റെ രാമരാജ്യം പോലെയാണ് എൻ്റെ ക്രിസ്തു രാജ്യം, ഇനി വേറൊരു അള്ളാ രാജ്യം ഏതാണെങ്കിലും. അപ്പോൾ ആ തരത്തിലുള്ള ഒരു മതേതര സ്വർഗം, അതാണ് മഹാത്മാഗാന്ധി സ്വപ്നം കണ്ടത്. ആ മഹാത്മാഗാന്ധി സ്വപ്നം കണ്ട ആ സ്വർഗത്തെയാണ്, രാമരാജ്യം എന്ന സ്വർഗത്തെയാണ്, അതായത് ഇവിടെ ഹിന്ദുത്വ അജണ്ട അതല്ലേ. ആ ഹിന്ദുത്വ അജണ്ട, അതായത് ഹിന്ദുക്കൾ ഭരിക്കണം, ഇതൊരു ഹിന്ദു രാഷ്ട്രമായി തീരണം, അത്തരം സങ്കുചിതമായ അടവ് നയം പയറ്റലല്ലേ ഈ സമയത്ത് ഈ 2024 ഇലക്ഷൻ നടക്കാൻ പൂർത്തിയായിരിക്കുമ്പോൾ ശങ്കരാചാര്യ സ്വാമികളൊക്കെ അങ്ങനെ, അതായത് പൂർത്തിയാകാത്ത ഒരു എന്താ പറയുക, ഒരു ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ നടത്താൻ പാടില്ല, അത് തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടും ആ തെറ്റ് ആവർത്തിക്കാൻ തീരുമാനിക്കുന്നത് നരേന്ദ്രമോദിയുടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള സൂത്രവിദ്യയാണ്. അതായത് ഈ വരുന്ന ഇലക്ഷനിൽ ധാരാളം വോട്ടുകൾ കൂടുതലായി കിട്ടണം, ഹിന്ദുക്കളുടെ വോട്ടുകൾ നേടാൻ ഹിന്ദുത്വ അജണ്ട ചൂണ്ടിക്കാണിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റു മതക്കാരുടെ വോട്ടുകൾ തേടാൻ വേണ്ടി
നേടാൻ വേണ്ടി അവരെ ഏതൊക്കെ തരത്തിൽ പാട്ടിലാക്കാമോ ആ തരത്തിലൊക്കെ പാട്ടിലാക്കാൻ നോക്കുന്നു. അപ്പോൾ ഈ തൃശ്ശൂരിനോട് എന്താ ഇത്ര പ്രത്യേകത തോന്നാൻ കാരണം തൃശ്ശൂർ ഒരു വളരെ വലിയ ഒരു ക്രിസ്ത്യൻ സെൻറ്റർ കൂടിയാണ്. അവിടെ ഹിന്ദുസുണ്ട്, പക്ഷേ അതുപോലെ തന്നെ ഒരു വലിയ തോതിൽ ക്രിസ്ത്യാനികളും ഉള്ള, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾ എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ലോകത്തിലെ ഒന്നാമത്തെ വലിയ ജനത ഏത് എന്ന് ചോദിച്ചാൽ അത് ക്രിസ്ത്യൻ ജനതയാണ്. 138 കോടി ക്രിസ്ത്യാനികളുണ്ട് ലോകത്ത്. അതിൽ 118 കോടിയും കത്തോലിക്ക വിശ്വാസികളാണ് എന്നുകൂടി അറിയണം. ആ കത്തോലിക്ക വിശ്വാസികളുടെ ഒരു കേന്ദ്ര ഭൂമിയാണ് പിന്നെ തൃശ്ശൂർ. അതേസമയത്ത് കോട്ടയവും അതുപോലെ ഒരു കേന്ദ്ര ബിന്ദുവാണ്. പക്ഷേ ആ കോട്ടയത്തേക്ക് ചെല്ലാനൊക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തൃശ്ശൂരാണെങ്കിൽ കരുവന്നൂർ തട്ടിപ്പ് പോലെയുള്ള കാരണങ്ങൾ കൊണ്ടൊക്കെ ജനങ്ങൾ കടുത്ത അമർഷത്തിലും അപ്രീതിയിലുമാണ് ഗവൺമെൻറ്റിനോട്. അപ്പോൾ ആ ഗവൺമെൻറ്റിന് എതിരായിട്ടുള്ള വികാരം തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുക, അതാണ് BJP ആഗ്രഹിക്കുന്ന ഒരു കാര്യം. തന്നെയുമല്ല, കോട്ടയത്തൊക്കെ ഉള്ളതുപോലെ തന്നെ ക്രിസ്ത്യാനികളുടെ, കത്തോലിക്കരുടെ ഒക്കെ വലിയ ഒരു സാന്ദ്രത കൂടിയ ഒരു സ്ഥലം കൂടിയാണ് തൃശ്ശൂർ. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യേശുക്രിസ്തു സ്വർണം കണ്ട് ഭ്രമിക്കുന്നവരല്ല, അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ സ്വർണം കണ്ടൊക്കെ ഭ്രമിക്കുന്നവരുണ്ടായേക്കാം. പക്ഷേ കന്യകാമറിയം അങ്ങനെയല്ല. ആ കന്യകാമറിയം യേശുക്രിസ്തുവിൻ്റെ അമ്മയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ കന്യകാമറിയത്തോട് ക്രിസ്ത്യാനികൾ കാണിക്കുന്ന ആദരവ്, ആ കന്യകാമറിയം ഒരു കാരണവശാലും സ്വർണത്തിൽ വീഴില്ല. സ്വർണ്ണക്കിരീടം കന്യകാമറിയത്തിന് ചാർത്തി കൊടുത്തത് കൊണ്ട് മാത്രം ക്രിസ്ത്യാനികളുടെ വോട്ട് പിന്നെ BJPക്ക് കിട്ടുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. അത് നമുക്ക് നോക്കിയിരുന്ന് കാണാവുന്ന കാര്യം തന്നെയാണ്.